പുതുക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇത് വഴിവെച്ചിരിക്കുകയാണ്. SIR ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ വരാനിരിക്കുന്ന വോട്ടർ പട്ടികയുടെ കരട് രൂപം ചൊവ്വാഴ്ച പുറത്തിറക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. എന്നാൽ ഈ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയത് സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള പ്രതിഷേധവും ദുരൂഹതയും രാഷ്ട്രീയ പാർട്ടിക്കിടയിൽ പുകയുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന പട്ടികയിൽ നിന്ന് ഏകദേശം 24 ലക്ഷത്തിലധികം വോട്ടർമാരെ പുറത്താക്കിക്കൊണ്ടുള്ള പുതിയ കണക്കുകൾ ജനാധിപത്യ പ്രക്രിയയിലെ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ അധ്യക്ഷതയിൽ നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ അവതരിപ്പിച്ചത്. പുതിയ കണക്കുകൾ പ്രകാരം വോട്ടർ പട്ടികയിലാകെ 2,54,42,352 പേരാണ് ഉണ്ടാവുക. മുമ്പ് പട്ടികയിൽ 2,78,50,855 പേർ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്നും 24,08,503 പേരെ ഒഴിവാക്കിയെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ഇത്രയും വലിയൊരു വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്വരത്തിൽ ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത്. ഒഴിവാക്കപ്പെട്ടവരുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക പട്ടിക തന്നെ പുറത്താക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധി ഘടകങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. മരിച്ചുപോയ 6,49,885 പേരെ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടാതെ 6,45,548 പേരെ നേരിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നും 8,16,221 പേർ താമസം മാറിപ്പോയെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇരട്ടിപ്പുള്ള 1,36,029 പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതിനെല്ലാം ഉപരി 1,60,830 പേർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാൻ വിസമ്മതിച്ചു എന്ന കാരണത്തിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കണക്കുകളിൽ കടുത്ത അവിശ്വാസമാണ് രാഷ്ട്രീയ പാർട്ടികൾ രേഖപ്പെടുത്തിയത്. BLOമാർ വീടുകളിൽ എത്തുന്നില്ലെന്നും പലപ്പോഴും ഏകപക്ഷീയമായാണ് പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നതെന്നുമുള്ള ആരോപണങ്ങൾ യോഗത്തിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടു. പ്രത്യേകിച്ച് CPI നേതാവും മുൻ MLAയുമായ രാജാജി മാത്യു തോമസ് ഉന്നയിച്ച പരാതി കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. താൻ ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും തന്നെയും ഭാര്യയും വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലെന്നാണ് BLO നൽകിയ വിശദീകരണമെന്നും എന്നാൽ 1991 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ജനപ്രതിനിധി ആയിരുന്ന വ്യക്തിക്ക് പോലും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത് പട്ടിക പുതുക്കലിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കണ്ണാറ AUP സ്കൂളിലെ 43-ാം വാർഡിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ലെന്നും പരാതി പരിശോധിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. CPM നേതാവ് MV ജയരാജനും വോട്ടർ പട്ടികയിലെ അപാകതകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് BLOമാർ നൽകുന്ന റിപ്പോർട്ടുകൾ അവിശ്വസനീയമാണെന്നും പലയിടത്തും പരിശോധനകൾ നടത്താതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരത്തെ ഒരു ബൂത്തിൽ മാത്രം ഇത്തരത്തിൽ 710 പേരെ ഒഴിവാക്കിയെന്ന കോൺഗ്രസ് പ്രതിനിധി MK റഹ്മാന്റെ വെളിപ്പെടുത്തലും വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും BJP ഒഴികെയുള്ള പാർട്ടികൾ ആരോപിച്ചു. SIR ഒന്നാം ഘട്ടം 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്ന പാർട്ടിയുടെ ന്യായമായ ആവശ്യം കേന്ദ്ര നിരീക്ഷക ഐശ്വര്യൻ നിരാകരിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത്. വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിക്കുന്നതെങ്കിലും ഒഴിവാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വോട്ടവകാശം തിരികെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. പുതിയ കലണ്ടർ പ്രകാരം ചൊവ്വാഴ്ച കരട് പട്ടിക പുറത്തിറക്കുന്നതോടെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാൻ ജനുവരി 22 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 വരെയായിരിക്കും ഇത്തരം പരാതികളിൽ തെളിവെടുപ്പ് നടത്തുക. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. കരട് പട്ടികയിലെ പിഴവുകൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അർഹരായവർക്ക് പട്ടികയിൽ വീണ്ടും ഇടം പിടിക്കാമെന്ന് രത്തൻ ഖേൽക്കർ ഉറപ്പു നൽകി. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഇത്രയും വലിയ തോതിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഇരട്ടിപ്പുകൾ ഒഴിവാക്കാനും മരിച്ചവരെ നീക്കം ചെയ്യുന്നതിനും സ്വാഗതാർഹമാണെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്കും ആ പ്രദേശത്ത് താമസിക്കുന്നവരുമായ വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്താകുന്നത് ഗൗരവകരമായ ഒരു വീഴ്ചയാണ്.
രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കി വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീഴ്ചകളുണ്ടെങ്കിൽ അവ തിരുത്തിക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് പാർട്ടികൾ മുന്നറിയിപ്പ് നൽകി. വോട്ടവകാശം എന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നും അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നുമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നിലപാട്. വരും ദിവസങ്ങളിൽ കരട് പട്ടികയിലെ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കൂടുതൽ പരാതികൾ ഉയരാനാണ് സാധ്യത. ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടർ പട്ടിക സംശയരഹിതമായിരിക്കണമെന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഈ വിവാദങ്ങളും ആശങ്കകളും തുടരുമെന്നത് ഉറപ്പാണ്.